السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق عباده فقسم أرزقهم وضرب آجالهم، ونحمده على ما أعطانا ونشكره على ما أولانا، وأشهد أن لا إله إلا الله وحده لا شريك له، لا يقضي إلا على المؤمنين بقضاء إلا كان خيرا له، فمن رضي فله الرضا ومن سخط فعليه سخطه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമ്മൾക്കേവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, നമ്മളെല്ലാവരും ഏറെ ഒരു പുണ്യം നിറഞ്ഞ ഒരു മാസത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 21 22 ദിവസങ്ങൾ മാത്രം നമ്മുടെ മുന്നിലുള്ളൂ ആ റമളാനിനെ വരവേൽക്കാൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ റമളാനിനെ കൃത്യമായി വരവേൽത്ത് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ 100% അനുഗ്രഹങ്ങളിൽ നിന്ന് 1% മാത്രമാണ് ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് അള്ളാഹു നൽകുന്നുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ 1% അനുഗ്രഹം എത്രയാണ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ളതും ഖുർആൻ കൃത്യമായി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം നമ്മൾ നമ്മുടെ സ്വന്തം ശരീരങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് കേൾവി നൽകി, നമുക്ക് കാഴ്ച നൽകി, നമുക്ക് കൈകാലുകൾ നൽകി, ഹൃദയങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്? സൂറത്തു നഹ്ലിന്റെ 78-ാമത്തെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ലാ തഅലമൂന ശൈഅ, അവൾക്ക് യാതൊന്നും തന്നെ അറിയുകയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ എന്റെ ഉമ്മയെ മനസ്സിലാക്കാൻ ഞാൻ എത്ര ദിവസങ്ങൾ എടുത്തു എന്നുള്ളത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഇത്ര ദിവസങ്ങൾ നമുക്ക് എടുക്കുന്നുണ്ട്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ ചില ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ട് നാം അവനക്ക് കാഴ്ചയും കേൾവിയും അതേപോലെ തന്നെ വൽ അഫ്ഇദ, ഹൃദയവും നൽകി. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകിയത്? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്വന്തം മനസ്സുകളോട് നമ്മൾ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, നമുക്ക് നൽകിയ ഈ കണ്ണിന്, നമുക്ക് നൽകിയ ഈ കാതിന്, നമുക്ക് നൽകിയ കൈകാലുകൾക്ക്, നമുക്ക് നൽകിയ ഹൃദയങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സുകളോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് നമ്മുടെ ശരീരങ്ങളിൽ നൽകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതിനേക്കാളും വലിയൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എന്താണ് എന്നുള്ളത് കൃത്യമായി ഖുർആനിലൂടെയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹദീസിലൂടെയും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്? സമയമെന്ന് പറയുന്ന ഒരു അനുഗ്രഹം, അത് ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സാധാരണയായി ഒരു സമയത്തെ നമ്മൾ കണക്കാക്കാറുള്ളത് നമ്മളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഘടികാരങ്ങളിലൂടെയൊക്കെയാണ് സാധാരണയായി ഒരു സമയത്തെ നമ്മൾ കണക്കാക്കാറുള്ളത്. എന്നാൽ ആ ഘടികാരത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അതിലൊന്ന് നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സുകളോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും ആ ഘടികാരം 24 മണിക്കൂറുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ
ആ ഘടികാരം മനുഷ്യനോട് വിളിച്ച് പറയുന്ന ഒരു വിളയാടമുണ്ട്. ആ ഘടികാരം പറയുകയാണ്, മനുഷ്യ, എന്റെ കറക്കമെന്ന് പറയുന്നത് നിന്റെ ഒടുക്കമാണ്. അഥവാ ആ ഘടികാരത്തിൽ നിന്ന് മണിക്കൂറുകൾ മിനിറ്റുകളായി കുറയുകയും മിനിറ്റുകൾ സെക്കൻഡുകളായി കുറയുകയും സെക്കൻഡുകൾ പെർ സെക്കൻഡുകളായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഘടികാരം മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ, ഓരോ മണിക്കൂറുകളും മിനിറ്റുകളായി കുറഞ്ഞു പോകുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ മണിക്കൂറുകളാണ് മിനിറ്റുകളായി കുറഞ്ഞു പോകുന്നത്. മനുഷ്യ, ഓരോ മിനിറ്റുകൾ സെക്കൻഡുകളായി കുറഞ്ഞു പോകുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സെക്കൻഡുകളാണ് പെർ സെക്കൻഡുകളായി കുറഞ്ഞു പോകുന്നത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അനുവദിച്ചു തന്ന നിന്റെ സമയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്ന് ഓരോ ദിവസങ്ങളിലും നമ്മളോട് ഘടികാരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ സമയത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ സമയം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് നമ്മളോട് പറയുന്നുണ്ട്, യാ ഇബ്നു ആദം ഇന്നമാ അൻത അയ്യാം, ഓ ആദമിന്റെ പുത്ര, നീ വെറും ദിവസങ്ങൾ മാത്രമാകുന്നു. ഫഇദാ ദഅബ യൗം ദഅബ ബഅലുക്, ഓരോ ദിവസവും നിന്നിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിന്റെ ആയുസിന്റെ ഭാഗങ്ങളാണ് നിന്നിൽ നിന്ന് കടന്നു പോകുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് നമ്മളോട് വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു നൽകിയ ഈ സമയം നമ്മളിൽ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ മരണമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നുള്ളത്, മരണ ചിന്തയിലൂടെ നമുക്ക് എങ്ങനെ തഖ്വ നേടിയെടുക്കാം എന്നുള്ളതാണ്. സാധാരണയായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എന്താണ് മരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൃത്യമായി നമ്മളോട് പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, അൽ മൗതു ബാബു വകുല്ലു നാസി ദാഖിലുഹു, മരണമെന്ന കവാടത്തിലൂടെ എല്ലാവരും പ്രവേശിക്കുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അദ്ദേഹവുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഫജാഅ റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളിൽപ്പെട്ട സത്യവിശ്വാസികളിൽപ്പെട്ട ഏറ്റവും ഉത്തമനാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹ്സനുഹും ഖുൽഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ലവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആ സമയത്ത് വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസ്, അഥവാ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കൊത്തിവെക്കേണ്ട മറുപടിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈക അഖിയാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്ന മനുഷ്യനാണ് മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണചിന്ത എന്നുള്ളത് പാപങ്ങളിൽ നിന്ന് അകറ്റുവാനും, അതേപോലെ തന്നെ മരണചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകൾ വറക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് വികടമാകേണ്ടതുണ്ട്. കാരണം അങ്ങനെയായാൽ മാത്രമേ നമുക്ക് തഖ്വയുണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് പാപങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് തഖ്വ എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തെ കൃത്യമായി ആലോചിച്ചു കഴിഞ്ഞാൽ, എന്റെ മരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു മനുഷ്യൻ ആലോചിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഒരിക്കലും അവൻ പാപം ചെയ്യുകയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങളെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുൻകഴിഞ്ഞ സഹാബിമാരുടെ ചരിത്രങ്ങൾ ഒരാവർത്തി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ കേട്ട് പുളകം കൊണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ സഹാബിമാർ അവർ ചിന്തിച്ച ചിന്താവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊത്തിവെക്കേണ്ടതാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം തന്റെ നാട്ടിലൂടെ രാത്രിയിൽ അദ്ദേഹം തന്റെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വൃദ്ധനായ ഒരാളെ ഖുർആനിന്റെ സൂറത്ത് തൂറിന്റെ ചില വചനങ്ങൾ ഓതുന്നതായി അദ്ദേഹം കേൾക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറത്ത് തൂറിന്റെ 7-ാമത്തെ വചനം കേൾക്കുകയാണ്. നിന്റെ റബ്ബിന്റെ ശിക്ഷ തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം കേട്ടപ്പോ ഒരു നിമിഷം അദ്ദേഹം നിശബ്ദനായി മാറുകയാണ്. അദ്ദേഹം ആ സമയത്ത് മരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്, പരലോകത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, 20 ദിവസങ്ങളോളം ഈ ആയത്തിൽ കേട്ടതിന് ശേഷം യാതൊരു രോഗവുമില്ലാതെ അദ്ദേഹം പേടിച്ച് വിറച്ച് വീട്ടിനുള്ളിൽ കഴിയുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആയത്തുകൾ കേൾക്കുമ്പോൾ, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സുകളിൽ ചിന്ത വരാറുള്ളത്? നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ നിമിഷത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവിടെയാണ് നമുക്ക് തഖ്വ നേടിയെടുക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മരണം ഓർക്കുന്നവന്റെ സന്തോഷം കുറയുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെയാണ് നമ്മുടെ തഖ്വ വർദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അബൂദർറാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അദ്ദേഹം ധാരാളമായി ഖബർ സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ധാരാളമായി ഖബർ സന്ദർശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ നമുക്ക് കിട്ടിയ ഈ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, നമ്മുടെ ജീവിതം സൂക്ഷിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ലുഖ്മാനിന്റെ ഏറ്റവും അവസാന വചനങ്ങളിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും ഇന്നൊരുമിച്ച് കൂടിയത് ഈ വിജ്ഞാന വേദിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾക്കാർക്കും പറയാൻ സാധ്യമല്ല. ഈ സദസ് വിട്ട് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുമോ എന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ച് മരണപ്പെടുമെന്നും
ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല ഏത് രീതിയിലാണ് എന്റെ മരണം സംഭവിക്കുക. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും പല ആഗ്രഹങ്ങളുമായി ഈ ദുനിയാവിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ആ ആഗ്രഹങ്ങൾ കൃത്യമായി നടക്കാൻ സാധ്യമാണോ എന്നുള്ളത് അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ റബ്ബിനെ സൂക്ഷിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം എല്ലാ സമയങ്ങളിലും മരണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു മരമായി തീർന്നിരുന്നുവെങ്കിൽ, അദ്ദേഹം പറയാണ്, ഞാനൊരു മരമായി തീർന്നിരുന്നുവെങ്കിൽ വെട്ടിയെറിഞ്ഞു പോകുമായിരുന്നു എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ തഖ്വ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ ഈമാൻ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലേ? റസൂലിന്റെ കൂടെ കൃത്യമായി സഹവസിക്കുന്ന മനുഷ്യരായിരുന്നു അവരൊക്കെ. പക്ഷേ അവരൊക്കെ ആ മരണത്തെ ചിന്തിച്ച് എന്റെ തഖ്വ നഷ്ടപ്പെടുമോ, എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് അവരൊക്കെ കരയുമായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മൾ ഈ ലോകത്തെ ശാശ്വതനായി ജീവിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അതാർക്കായിരിക്കും പ്രിയപ്പെട്ടവരെ? അതാർക്കായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്കിയേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു ദിവസം 100-ൽ പരം ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രവാചകനെ കുറിച്ച് കവികൾ പറയുകയാണ്, ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അത് ഏറ്റവും അനുയോജ്യമായത് ആ പ്രവാചകനാണെന്ന് എന്ന് കവികൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് പ്രവാചകനോട്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, പ്രവാചകരെ താങ്കൾ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവനാണ്. പ്രവാചകരെ താങ്കൾ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്, അവരും വിട പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് കിട്ടിയ സമയം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമുക്ക് കിട്ടിയ സമയം നാം എന്തിനാണ് ചെലവഴിച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്ക് 40, 20, 25, 30, 60 വയസ്സുള്ളവരുണ്ടാകാം. അല്ലേ? ഈ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിക്കും, ഇത്ര വയസ്സുകാലം, ഇത്ര വർഷക്കാലം നിനക്ക് ദുനിയാവിൽ ജീവിക്കാനുള്ള അനുവാദം നൽകിയിട്ട് എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് പറയാൻ? എന്താണ് പറയാനുള്ളത്? പറയത്തക്ക ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ, പറയത്തക്ക ഏതെങ്കിലും ഒരു അമല് കൃത്യമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നത്തെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാളേക്കായി ഓരോ ആത്മാവും എന്താണ് തയ്യാറാക്കിയതെന്ന് നിങ്ങൾ നോക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കേ, ഈ ഇരിക്കുന്ന സമയത്ത്, ഈ പറയുന്ന സമയത്ത് എന്താണ് റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? ഈ നിമിഷത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ റബ്ബ് നമ്മളോട് ചോദിക്കില്ലേ, 60, 70, 20, 30 വർഷം ദുനിയാവിൽ ജീവിക്കാനുള്ള അനുവാദം നൽകിയിട്ട് എന്തുണ്ട് എനിക്ക് വേണ്ടി ചെയ്തത്? തഖ്വയോടുകൂടി ജീവിക്കാൻ, മുഅ്മിനായി കൊണ്ട് ജീവിക്കാൻ,
ഇസ്ലാം പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഒരാവർത്തി നമ്മൾ കേട്ടിട്ടുണ്ടാകാം അല്ലേ? അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ചുറ്റും അദ്ദേഹത്തിന് നിൽക്കുന്ന സഹാബിമാരുണ്ട്. അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. സഹാബിമാർ ചോദിക്കുന്നുണ്ട്, ലിമാദാ തബ്കി യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ താങ്കൾ എന്തിനാണ് കരയുന്നത്? റസൂലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് സ്വീകരിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് തഖ്വയോടുകൂടി ജീവിച്ച, മുഅ്മിനായി കൊണ്ട് ജീവിച്ച, ഇസ്ലാം എന്താണോ പറയുന്നത് അത് കൃത്യമായി പിടിച്ചു കഴിഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ഏറ്റവും അവസാന സമയത്ത് പൊട്ടി പൊട്ടി കരയുന്നത് കണ്ട സ്വഹാബിമാർ ചോദിക്കുന്നു, ലിമാദാ തബ്കി യാ അബൂ ഹുറൈറ, എന്തിനാണ് താങ്കൾ കരയുന്നത്? നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരിക്കുന്ന സമയത്ത് അവസാനമായി നമ്മുടെ മരണവുമായി കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ വെപ്രാളപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കുറച്ച് ദിവസം കൂടി ജീവിച്ചാൽ നല്ലത് ചെയ്ത് ജീവിക്കാമായിരുന്നു അല്ലേ? എന്നാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അത്രയും വലിയ സഹാബി അങ്ങനെയുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും ചെയ്യാത്ത, അവരെക്കാളും 1% പോലും ചെയ്യാത്ത മനുഷ്യരിൽ മനുഷ്യരായ നമ്മൾ എന്തു പറയേണ്ടി വരും? അദ്ദേഹം പറയാണ്, അസ്സഫറു തവീൽ, ഒരു ദീർഘമായ ഒരു യാത്ര എനിക്കുണ്ട്. എന്റെ മരണശേഷം ഖബറും കഴിഞ്ഞ്, ബർസഖും കഴിഞ്ഞ്, പരലോകവും കഴിഞ്ഞ്, സ്വർഗനരകത്തിന്റെ മുന്നിലേക്ക് എത്താൻ ഒരു ദീർഘമായ ഒരു യാത്ര എനിക്കുണ്ട്. പക്ഷേ അൽ മൗതു ഖരീബ്, എന്റെ മരണം അടുത്തിരിക്കുകയാണ്. അസ്സാദു ഖലീൽ, എന്റെ കയ്യിൽ പാതയങ്ങളില്ല. ആ ദീർഘമായ യാത്രയിൽ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എന്റെ കയ്യിൽ അമലുകളില്ല. അള്ളാഹു എന്നോട് ചോദിക്കും, അബൂ ഹുറൈറ, ദിവസങ്ങളോളം വർഷങ്ങളോളം എന്റെ ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കാനുള്ള അനുവാദം നൽകിയിട്ട് എന്താണ് എനിക്ക് ചെയ്തത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവരെ ആലോചിക്ക്, എന്താണ് നമുക്ക് പറയാനുള്ളത്? എന്ത് അമലാണുള്ളത്? ഏതെങ്കിലും ഒരു വിജ്ഞാന വേദികൾ, ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസുകൾ, അല്ലെങ്കിൽ ഇൽമിയായ സദസ്സുകളിൽ കൃത്യമായി പങ്കെടുത്ത് അവിടുന്ന് കേൾക്കുന്ന ഖുർആനിന്റെ ആയത്തുകളും അതേപോലെ തന്നെ ഹദീസുകളും അത് പിൻപറ്റി ജീവിക്കാൻ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഖബറിലേക്കാണ്. നമ്മൾ നേരെ ചെല്ലുന്നത് ആ ഖബറിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ ഭയാനകതയെ കുറിച്ച്, ഒരു മയ്യത്തിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഒരു ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ഒരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ഒരു സത്യവിശ്വാസിയായ തഖ്വയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു തിന്മയിൽ ജീവിച്ച തഖ്വയും അതേപോലെ തന്നെ മുഅ്മിനുമല്ലാത്ത മുജ്രിമായിക്കൊണ്ട്, മുശ്രിക്കായിക്കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ, ആ രണ്ടു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഫഇൻ കാനത് സ്വാലിഹതൻ, ഒരു നല്ല മയ്യത്താണെങ്കിൽ, ഖാലത്ത്, ആ മയ്യത്ത് വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോ, എന്നെ കാത്തു നിൽക്കുന്നത് ഉന്നതമായ സ്വർഗമാണ്, ഉന്നതമായ സ്വർഗമാണ് എന്നെ കാത്തു നിൽക്കുന്നത്, എന്നെ പെട്ടെന്ന് കൊണ്ടുപോ നിങ്ങൾ ഖബറിലേക്ക് എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വഇൻ കാനത് ഗൈറ സാലിഹത്തിൻ, ഇനി അതൊരു ചീത്ത മയ്യത്താണെങ്കിൽ, അതൊരു ചീത്ത മയ്യത്താണെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഖാലത്ത്, ആ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹാ ഇലാ ഐന തദ്അബൂന ബിഹാ, എന്റെ നാശമേ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ, ഈ മയ്യത്ത് വിളിച്ചു പറയുന്നത് എല്ലാ വസ്തുക്കളും കേൾക്കും.
നമ്മുടെ വീട്ടില് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരംഗം മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ വിളിച്ചു പറയും, ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോ. ഇനി അവിടെ കിടക്കുന്നത് ഒരു ചീത്ത മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹാ ഇലാ ഐന തദ്ഹബൂന ബിഹാ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചു പറയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കും. ഏതെങ്കിലും മയ്യത്ത് വിളിച്ചു പറയുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വലൗ സമിഅഹ, ഇനി എങ്ങാനും മനുഷ്യൻ കേട്ടിരുന്നുവെങ്കിൽ ലസുഇക, അവൻ ബോധം കെട്ട് നിലത്ത് വീഴും. അത്രയും അട്ടഹാസമാണ് ഒരു മയ്യത്ത് വിളിച്ചു പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കിയേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? ഈ നിമിഷത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയോ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, അതോ യാ വൈലഹ ഇലാ ഐന തദ്ഹബൂന ബിഹാ? നമ്മുടെ മനസ്സ് നമുക്ക് മാത്രമേ അറിയൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ്, നമ്മൾ ഇന്നെന്തൊക്കെ പ്രവർത്തിച്ചത്, ഇന്നെന്തൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ നിമിഷത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ റസൂല് പറഞ്ഞതില് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന കൂട്ടത്തിലാണോ ഞാൻ പെടുക, അതോ യാ വൈലഹ ഇലാ ഐന തദ്ഹബൂന ബിഹാ എന്ന് പറയുന്ന കൂട്ടത്തിലാണോ നമ്മൾ പെടുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഒരാവർത്തി നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ താടി രോമം നനയുമാറ് അദ്ദേഹം പൊട്ടി പൊട്ടി കരയുമായിരുന്നു. ഖബറിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ താടി രോമം നനയുമാറ് അദ്ദേഹം പൊട്ടിക്കരയും. അത് കണ്ട സഹാബിമാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, തദ്ഖുറുൽ ജന്നത വന്നാറു ഫലാ തബ്ഖി, നരകത്തെ കുറിച്ചും അതേപോലെ തന്നെ സ്വർഗത്തെ കുറിച്ചും നിങ്ങളോട് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ കരയുന്നത് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഖബറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തേ നിങ്ങൾ കരയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഫഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തിന്റെ ആദ്യത്തെ കവാടമാണ് ഖബർ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻ വഇൻ ലം യൻജഉ മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ. അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഇനി ആരെങ്കിലും ഖബറിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ജീവിതം വളരെ സന്തോഷകരമാണ്. എന്നിട്ട് പറയാണ്, വഇൻ ലം യൻജഹ്, ഇനി ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, എന്നിട്ടോ ഫമാ ബഅദഹു അശദ്ദു മിൻ, അതിനുശേഷമുള്ള ജീവിതം വളരെ കുടുസായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നും കൂടി നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തുൻ ഇല്ലാ വഖബറു അഫൈദു മിൻഹു. അദ്ദേഹം പറഞ്ഞു, ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ കിടക്കുന്നത് ഖബറിലാണ്. ആ ഖബറില് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് കിട്ടിയ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നമ്മുടെ കൂടെ എന്തിനും ഏതിനും നമ്മുടെ കുടുംബം ഉണ്ടാവും, അല്ലേ? എന്ത് തെറ്റ് ചെയ്തോ നമ്മുടെ കുടുംബം ഉണ്ടാവും, എന്ത് പ്രശ്നം ഉണ്ടായോ നമ്മുടെ കുടുംബം ഉണ്ടാവും. ഇന്നൊരു പോലീസ് കേസ് ഉണ്ടായിക്കോട്ടെ, ആ പോലീസ് കേസിൽ ജാമ്യമെടുക്കാൻ നമ്മുടെ ബാപ്പ ഉണ്ടാകും, നമ്മുടെ ഉമ്മയുണ്ടാവും, നമ്മുടെ ഭാര്യ ഉണ്ടാവും, അതേപോലെ തന്നെ ഭർത്താക്കന്മാരുണ്ടാവും, നമ്മുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും. എന്നാൽ ഖബറിൽ ആരുണ്ടാവില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്, യത്ബഉൽ മയ്യതു സലാസത്തുൻ, ഒരു മയ്യത്തിനെ പിന്തുടരുന്നത് 3 കാര്യങ്ങളാണ്. അഹ്ലുഹു വമാലുഹു വഅമലുഹു, ഒന്നവന്റെ കുടുംബം, 2 അവന്റെ സമ്പത്ത്, 3 അവന്റെ അമലുകളാണ്. നമ്മൾ ദുനിയാവിൽ ചെയ്തു വെക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ ഏത് അമലാണോ ആ അമല് മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയർജിഉ ഇസ്നൈനി വയബ്ഖാ വാഹിദ, 2 തിരിച്ചു മടങ്ങും, 1 മാത്രം അവിടെ ബാക്കിയാകും. അല്ലേ? നമ്മൾ ഈ ദുനിയാവിൽ നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മൾ സാധാരണയായി നമ്മുടെ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ദുനിയാവിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മാതാപിതാക്കൾക്കും പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കൾ നല്ല രീതിയിൽ വളരണം, അല്ലേ, എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള മറുപടിയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ഏറെ സ്നേഹിച്ച ആ കുടുംബം, നമ്മുടെ മകൻ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഉപ്പ, അവരെല്ലാവരും നമ്മളെ ആ ഖബറിന്റെ 6 അടിയിലേക്ക് താഴ്ത്തി 3 പിടി മണ്ണിട്ട് കൊണ്ട് അവർ തിരിച്ചു മടങ്ങും. നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ സമ്പത്ത്, നമ്മുടെ കാറുകൾ, നമ്മുടെ ബൈക്കുകൾ, അതൊക്കെ നമ്മൾ ആർക്കും കൊടുക്കാതെ വെച്ച സമ്പത്തൊക്കെ ഖബറിന്റെ അടുത്ത് നിന്ന് മറ്റുള്ളവർ എടുത്തുകൊണ്ട് അവരൊക്കെ തിരിച്ചു മടങ്ങും. താൻ ചെയ്തു വെച്ച അമലുകൾ മാത്രമായി ആ ഖബറിൽ നമ്മൾ ഒറ്റക്കാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബം നോക്കണ്ടെന്നല്ല, മക്കളെ നോക്കണ്ടെന്നല്ല, മക്കളോട് ബാധ്യതയുണ്ട്, ഭർത്താവിനോട് ബാധ്യതയുണ്ട്, ഉമ്മയോട് ബാധ്യതയുണ്ട്, ഉപ്പയോട് ബാധ്യതയുണ്ട്. അതിന്റെ കൂടെ സ്വന്തം ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട്, ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ നമസ്കാരം നമ്മൾ വൈകിപ്പിക്കുന്നു. അതേപോലെ തന്നെ പല കർമ്മങ്ങളും നമ്മൾ വൈകിപ്പിക്കുന്നു. ഒരു വിജ്ഞാന വേദിക്ക് വിളിച്ചാൽ, ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ നമ്മുടെ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ആ ഒഴിഞ്ഞു മാറലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ്? നമ്മളെ ആ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുമ്പോഴാണ്. നമ്മുടെ അമല് മാത്രം ബാക്കിയാകുമ്പോ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ തിന്മയോടുകൂടി ജീവിക്കാം, എന്ത് തോന്നിവാസവും നമുക്ക് ചെയ്യാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ദുനിയാവിലുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത്, അൽഹാകുമുത് തഖാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പൊരുപ്പം കാണിക്കുന്നവർ, പരസ്പരം അഹങ്കരിക്കുന്നവർ, പരസ്പരം പോരടിക്കുന്നവർ, പെരുമ പറയുന്നവർ, അല്ലേ, ഏതുവരെ? ഇന്റെ പെരുപ്പം കാണിക്കലും പോരടിക്കലും അഹങ്കരിക്കലും ഒക്കെ ഖബറിടം സന്ദർശിക്കുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയുമ്പോൾ, ആ റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫഅസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങളെ ഞാൻ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന്? ദുനിയാവിൽ തോന്നിവാസികളെ പോലെ തിന്ന് കുടിച്ച് രമിച്ച് ഉല്ലസിച്ചുകൊണ്ട് മാത്രം ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളുടെ മടക്കം എന്നിലേക്കില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? പറയത്തക്ക വിധം ഒരു അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാതൽ ഇൻസാനു ഇൻകത അൻഹു അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും, ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ ഒഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്ന് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഒന്ന് ജാരിയായ സദഖ. അതേപോലെ തന്നെ ഔ ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്.
മൂന്നാമതായി പഠിപ്പിച്ചത് വലദുൻ സാലി യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്ന് സ്വതക്കത്തുൻ ജാരിയ, വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാതെയുള്ള സ്വതക്ക എപ്പോഴെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദന്മാരൊക്കെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ കൊടുത്തു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പള്ളിക്ക് വേണ്ടിയാണ് ഒരു സ്വതക്ക കൊടുത്തതെങ്കിൽ ഇനി ആ പള്ളി നിലനിൽക്കുന്ന കാലങ്ങോട്ടോളം ആരൊക്കെ സുജൂദ് ചെയ്യുന്നുവോ അവരുടെയൊക്കെ പ്രതിഫലം കുറയാതെ തന്നെ നിങ്ങൾക്കും അതേ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് ഉപകാരപ്രദമായിട്ടുള്ള അറിവ്. എത്ര ക്ലാസ്സുകൾ കേട്ട്, എത്ര ഖുതുബകൾ കേട്ട്, എത്ര ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ വീട്ടിന്റെ അപ്പുറവും അതേപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ തോന്നിവാസങ്ങളിലും അതേപോലെ തന്നെ അനാചാരങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ മകനോടും അല്ലെങ്കിൽ മകളോടും നമ്മുടെ അയൽവാസിയോടും അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് വളരെ ശാന്തമായി കൊണ്ട് വളരെ നസീഹത്തോടു കൂടി നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? മൂന്നാമതായി പറഞ്ഞത് വലദുൻ സാലി യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ മക്കളെ അങ്ങനെ വളർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ഇന്ന് രാത്രി പോയിട്ട് ഇന്ന് ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഓരോരുത്തരും എടുത്തു വിളിക്കണം. എന്നിട്ട് ആ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മക്കളോടൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ആ ചോദ്യം ചോദിച്ചിട്ട് അതിനുള്ള മറുപടി നമുക്ക് തൃപ്തികരമാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമായിട്ടാണ് നാളെ പരലോകത്തുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ ചോദ്യം? എപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്വന്തം മക്കളോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കാൻ. സ്വന്തം മക്കളോട് എത്ര പ്രാർത്ഥനകൾ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ അറിയാതെ മക്കളാണോ? നമസ്കാര ശേഷം മക്കളെ എഴുന്നേറ്റോടെ അവർക്ക് തിരക്കാൻ അല്ലെ, സ്കൂളിന്റെ മാത്രം പഠിക്കാനുള്ള തിരക്കുകൾ, ദുനിയാവിന്റെ പിറകെ മാത്രം ഓടാനുള്ള തിരക്കുകൾ നമ്മുടെ മക്കളെ ആ വഴിയിലേക്ക് നമ്മൾ കൊണ്ടു നടത്താൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കൾ നമ്മുടെ മറന്നു കളഞ്ഞു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മകനെ വിളിച്ചിട്ടും ചോദിക്ക്, മയ്യത്തിന്റെ പ്രാർത്ഥന നിനക്കറിയോ? ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം നൽകേണ്ടത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അങ്ങനെയുള്ള ഒരു മകളെയും മകനെയും നമുക്ക് വളർത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്നാൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. വലദുൻ സാലിഹ് യദ്ഉ ലഹു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നിന്ന് നമ്മളെല്ലാവരും വിട പറഞ്ഞു കഴിഞ്ഞ് ഖബറും കഴിഞ്ഞ് നമ്മൾ നാളെ കടക്കേണ്ടത് പാരത്രികമായ ഒരു ലോകത്തേക്കാണ്. ആ പാരത്രികമായ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ചെല്ലേണ്ടവരാണ്. നമ്മൾ ഈ ദുനിയാവിൽ തഖ്വയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സുഖസൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് ഖുർആനിലൂടെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ദുനിയാവിൽ തിന്മകൾ മാത്രമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അതേപോലെ തന്നെ തോന്നിവാസങ്ങളിലൂടെയാണോ നമ്മൾ ജീവിക്കുന്നത്? അതേപോലെ തന്നെ മറ്റു അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വഴികൾ തടസ്സപ്പെടുത്തി അതേപോലെ തന്നെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആ നരകത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തകാദു തമയ്യസു മിനൽ ഗൈദ്, ഉഗ്രകോപം നിമിത്തം
സ്വയം പൊട്ടിത്തെറിക്കുന്ന ആ കറുകറുത്ത നരകം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജും സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അതിലേക്ക് ഓരോ മനുഷ്യനെയും, തമ്മാടിയായ മുശ്രിക്കീങ്ങളായ മുജ്രിമീങ്ങളായ മനുഷ്യരോരോരുത്തരെയും വലിച്ചെറിയുന്ന സമയത്ത് ആ മലക്ക് ചോദിക്കും, അലം യഅതികും നദീർ, നിനക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ലേ? സത്യമേതാണെന്നും അസത്യമേതാണെന്നും ധർമ്മമേതാണെന്നും അധർമ്മമേതാണെന്നും നീതി ഏതാണെന്നും അനീതി ഏതാണെന്നും നല്ലതേതാണെന്നും ചീത്ത ഏതാണെന്നും കൃത്യമായി വേർതിരിച്ച് പറഞ്ഞു തരാൻ നിനക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ നരകത്തിന്റെ അവകാശികൾ പറയും, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, അതെ എനിക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ട്, ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെ കളവാക്കി. ഇന്നത്തെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത് ഖുർആനിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്, ഹദീസിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. യാതൊരു ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ സോഷ്യൽ മീഡിയകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അങ്ങനെയുള്ള വചനം ഇസ്ലാമിലില്ല എന്ന് പറയുന്ന ആളുകളാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തേ അവർ പറയും, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെ കളവാക്കി. നല്ലത് പറഞ്ഞുതരാൻ വന്നപ്പോ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ കളവാണ് പറയുന്നത്, ഇസ്ലാമിൽ അങ്ങനെയൊന്നില്ല. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അള്ളാഹു യാതൊന്നും തന്നെ അങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങളാണ് ഏറ്റവും വലിയ വഴിപിഴച്ചവർ എന്ന് ആ താക്കീതുകാരോട് ഞങ്ങൾ പറഞ്ഞു എന്ന് നരകത്തിന്റെ അവകാശികൾ പറയുമെന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവര് പറയും, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, നമ്മോടൊന്ന് ചെവി കൊണ്ടൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ കത്തിയാളുന്ന നരകത്തിലേക്ക് ചെന്ന് ഭവിക്കില്ലായിരുന്നു എന്ന് ആ നരകത്തിന്റെ ആളുകൾ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കേ, നമുക്ക് കിട്ടിയ സമയം നാം എന്തിനാണ് ചെലവഴിച്ചിട്ടുള്ളത്? നമ്മുടെ തഖ്വ നേടിയെടുക്കാൻ, ആ തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസത്തിൽ എന്റെ മരണത്തെക്കുറിച്ച്, സ്വന്തം മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം എവിടെയാണ്? ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണ്? എനിക്ക് കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകമാണോ? അല്ല, അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്നലിൽ മുത്തഖീന മഫാദ, തീർച്ചയായും മുത്തഖീങ്ങൾക്കാണ് വിജയം എന്ന് പറയുന്നതുപോലെ ആ മുത്തഖീങ്ങളിൽ പെട്ടവനാണോ ഞാൻ എന്നുള്ളത് നമുക്ക് പറയാൻ സാധ്യമാണോ? അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഖ്വയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഉന്നതമായ സ്വർഗമാണ്, ഉന്നതമായ സ്വർഗമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, മാ ലാ ഐനും റഅത് വലാ ഉസുനും സമിഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിന് പോലും വിഭാവനം ചെയ്യാൻ പറ്റാത്തതാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു വഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് ഓടിവാ, ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിനായി, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനായി നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് ഓടിവാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് പറയുകയാണ്, വജന്നാത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, അഥവാ ആ സ്വർഗം എന്ന് പറയുന്നത് ആകാശ ഭൂമിയോളം വിശാലമായതാണ്. അത് ആർക്കൊരുക്കി വെച്ചതാ? വഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുമ്പോൾ, ആ മുത്തഖീങ്ങളിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സ്വന്തം മനസ്സുകളോട് ഒന്ന് ചോദിച്ചു നോക്ക്. ആ മുത്തഖീങ്ങളിൽ നമ്മൾ ആരാണ് പെട്ടിട്ടുള്ളത്?
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പ്രവാചകൻ പഠിപ്പിക്കുന്നു, അക്സിറു മാ യദ്ഖുലുൻ നാസിൽ ജന്ന, ജനങ്ങളിൽ ഏറ്റവും മനുഷ്യരിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ നല്ല സ്വഭാവത്തിന്റെ കാര്യത്തിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വർഗത്തിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മറുപടി എന്താ? എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ചില ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം, ഞങ്ങൾ അള്ളാഹുവിനോട് എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പക്ഷേ എല്ലാ ദിവസങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്കെന്തിട്ടുന്നില്ല, അതിന് ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, 10 കാര്യങ്ങൾ തൊട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചിരിക്കുന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയാണ്, ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ, നിങ്ങൾ പറയുന്നു മരണം സത്യമാണ്. നമ്മളെല്ലാവരും പറയും അല്ലേ, മരണം സത്യമാണ്. പക്ഷേ ഫലം യസ്തഇദ്ദു ലഹു, അതിനു വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല. ആ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ? മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലേ, ഞാൻ ഒരിക്കൽ ലക്ഷദ്വീപിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ വിശാലമായി കൊടുക്കുമാറാകട്ടെ. എല്ലാ സമയങ്ങളിലും അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരും. അദ്ദേഹത്തിന് ഏകദേശം 82ഓളം വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ആ സമയത്തും വളരെ പ്രയാസപ്പെട്ട് മക്കളുടെ പിറകെ കയറിക്കൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് വരും. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്നത്? അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും എനിക്ക് ചെയ്തു തീർക്കണം. മരിക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ആ റബ്ബിന്റെ മുമ്പിൽ വിശാലതയോടുകൂടി മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ബാങ്ക് പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, അള്ളാന്റെ വാക്കുച്ചരിച്ച് മരിക്കുന്നതിനേക്കാളും വലിയ ഉത്തമമായ കാര്യം ഏതാ ഉള്ളത്? അതുകൊണ്ട് ഞാൻ ബാങ്ക് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ബാങ്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ വയസ്സായ മനുഷ്യൻ എല്ലാ ദിവസങ്ങളിലും പള്ളിയിലേക്ക് വരും. നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഒരു നന്മ ചെയ്യാൻ? ആ മരിക്കുന്ന സമയത്ത് നന്മയോടുകൂടി മരിക്കാൻ, മുഅ്മിനായിക്കൊണ്ട് മരിക്കാൻ, മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ വെച്ച് പുലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് ഒരുപാട് സ്വർഗത്തിന്റെ ഒരുപാട് സവിശേഷതകൾ മുത്തഖീങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ പല വചനങ്ങളിലായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോലും എന്തുകൊണ്ട് നമുക്ക് തഖ്വയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തഖ്വയുടെ താരീഫാത്തുകൾ പണ്ഡിതന്മാർ ഒരുപാട് താരീഫാത്തുകൾ തഖ്വയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുത്തതായി കാണാൻ സാധിക്കും. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ് തഖ്വ എന്നുള്ളത് ഒരു താരീഫായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കലാണ് തഖ്വ എന്നുള്ളത്. അതേപോലെ തന്നെ അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കലാണ് തഖ്വ. അള്ളാഹു നിഷിദ്ധമാക്കിയത് ഒഴിവാക്കലാണ് തഖ്വ. ഇങ്ങനെ ഒരുപാട് തഖ്വയുടെ താരീഫാത്തുകൾ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ തഖ്വ നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുമ്പോൾ ആ നോമ്പിനെ വരവേൽക്കാനെങ്കിലും നമുക്ക് ഈ മാസത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മഹാനായ സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ ഒന്ന് എടുത്തു പരിശോധിക്കണം.
നോമ്പിന്റെ 6 മാസങ്ങൾക്ക് മുമ്പേ അവർ ആ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമെന്നുള്ളതാണ്. നോമ്പിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ്. നമ്മൾ ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് സ്വന്തം മനസ്സുകളോട് ഒന്ന് ചോദിച്ചു നോക്കി. അവരെ തഖ്വയായി റബ്ബിന്റെ ആ നോമ്പിന് വേണ്ടി തയ്യാറായി നിൽക്കും. നമ്മളോ നോമ്പിന്റെ പിറ്റേ തലേ ദിവസം വരെ അടിച്ച് പൊളിച്ച് ജീവിച്ച് എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി റബ്ബിനെ നിഷേധിക്കുന്ന, റബ്ബ് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരായിട്ടല്ലേ ഇന്ന് നമ്മൻ്റെ ലോകം കടന്നു പോകുന്നത്. ആ ലോകത്ത് നിന്ന് മാറി സ്വഹാബികളുടെ ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു അംശമെങ്കിലും 1% നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. അത് സാധിച്ചാൽ നമ്മളെ കാത്തു നിൽക്കുന്നത് ഉന്നതമായ സ്വർഗമാണ്. ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതുപോലെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ തീരാ നഷ്ടത്തിലായിരിക്കും. അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ മരിച്ചു കഴിഞ്ഞ് ആവലാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? മരിച്ചു കഴിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവേ ഒരു അല്പസമയം എന്നൊന്ന് ദുനിയാവിലേക്ക് തിരിച്ചു വിട്ടിരുന്നുവെങ്കിൽ, അള്ളാഹു പറയുന്നത് കല്ലാ, ഇല്ല, നിന്നെ വിടൂല, എനിക്കറിയാം, ഇനി വിട്ടാൽ നീ എന്താ പ്രവർത്തിക്ക എന്നുള്ളതും കൃത്യമായി അറിയുന്നവന്. നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആയുസ് അള്ളാഹു നീട്ടി തരുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് കാലം നമുക്കിങ്ങനെ ഈ ദുനിയാവിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും അള്ളാഹു നമുക്ക് ആരോഗ്യവും അതേപോലെ തന്നെ നമുക്ക് ആഫിയത്തും നൽകുന്നത് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അവൻ അതിൽ നിന്ന് പിന്മാറി നന്മയിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ നമ്മളിലുണ്ടാകണം. നമ്മൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ നന്മകൾ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ തഖ്വയോടുകൂടി നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെയും നമ്മളെ ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാടുകളുടെ അവസ്ഥ എന്നുള്ളത് വളരെ ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ്. ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് നമ്മുടെ യുവത്വ തലമുറയുടെ ജീവിതം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ നിന്ന് ആ മക്കളെ കരപിടിച്ചുയർത്താൻ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കൾ നല്ല ഫർദയും അതേപോലെ തന്നെ നല്ല നിക്കാബൊക്കെ ഇട്ട മക്കളായിരിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അവർ നമ്മളെ കാണാതെ അവർ നടക്കുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. പലയിടങ്ങളിലും നിക്കാബും ധരിച്ച് പള്ളിയിലേക്കാണെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് പോകുന്ന പല കുട്ടികളെയും കാണാറുണ്ട്. അവരൊക്കെ ബീച്ചുകളിൽ കാമുകന്മാരോടൊപ്പം കറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മക്കളെ കയറ്റിപ്പിടിക്കണമെങ്കിൽ ആദ്യമായി ജീവിതത്തിൽ നമ്മൾ ശരിയാവണം എന്നുള്ളതാണ്. നമ്മൾ ശരിയാവാതെ മക്കൾ നന്നാവൂല. നമ്മൾ സത്യം പറയുന്നുണ്ടോ? മക്കൾ സത്യം പറയും. നമ്മൾ കളവ് പറയുന്നുണ്ടോ? മക്കൾ കളവ് പറയും. നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? മക്കൾ നമസ്കരിക്കും. നമ്മൾ നോമ്പെടുക്കുന്നുണ്ടോ? മക്കൾ നോമ്പെടുക്കും. ഇല്ലേ? മക്കൾ നന്നാവൂല. ഒരു ദിവസം മദ്രസയിലെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ലക്ഷദ്വീപിന്ന് മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നത് എന്നുള്ള ആയത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, ചില ഉസ്താദന്മാരൊക്കെ നമസ്കരിക്കാൻ ഇങ്ങനെ പറയും, പക്ഷെ അവരൊന്നും എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് ആ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റൊന്ന് പറയാൻ, ഒരു പെൺകുട്ടി, ചെറിയ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി പറയാൻ, ഉസ്താദേ എൻ്റെ ഉപ്പയും അതേപോലെയാണ്, എൻ്റെ ഉപ്പയും അതേപോലെയാണ്. ഞാൻ ചോദിച്ചു, എന്താ നീ എങ്ങനെ പറയാനുള്ള കാരണം? ആ കുട്ടി പറയാൻ, എൻ്റെ ഉപ്പ എല്ലാ ദിവസവും എന്നോട് നിസ്കരിക്കാൻ പറയും, പക്ഷെ എൻ്റെ ഉപ്പ എന്ത് ചെയ്യില്ല, നിസ്കരിക്കൂല. എൻ്റെ ഉപ്പ നിസ്കരിക്കൂല. നമ്മൾ മക്കളെ എത്ര അടിച്ചിട്ടെന്ത് കാര്യം, എത്ര ഉപദേശിച്ചിട്ടെന്ത് കാര്യം? നമ്മൾ നന്നാവാതെ നമ്മുടെ മക്കൾ നന്നാവോ? പ്രിയപ്പെട്ടവരെ, ആ കുട്ടി നോക്കിയിട്ടുള്ളത് അവളുടെ പിതാവ് നമസ്കരിക്കാൻ പറയുമ്പോ അവളുടെ പിതാവ് കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ കുട്ടി നോക്കിയിട്ടുള്ളത്.
നമ്മൾ നമ്മുടെ മക്കളോട് നേരായ രീതിയിൽ നടക്കാൻ പറയുമ്പോൾ നമ്മൾ നേരെയാണ് എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പകർത്താൻ ശ്രമിക്കുക. തഖ്വയോടുകൂടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന 16-ാം തീയതി ഇവിടെ വെച്ച് അഹ്ലെ റമളാൻ എന്നുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ റമളാനുമായി ബന്ധപ്പെട്ട എല്ലാ വിധിവിലക്കുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ റമളാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, സഹാബിമാർ സ്വീകരിച്ച മാതൃക എങ്ങനെയാണ്, ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന്. ഇവിടെ ഹാജറില്ലാത്ത ആളുകളെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അവരും മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് റമളാനെ സ്വീകരിക്കേണ്ടത്. അവരും ആ റമളാനിനെ ഉപയോഗപ്പെടുത്തി നാളെ പരലോകത്തെ ഏറ്റവും നല്ല റമളാനായി മാറ്റാൻ അവർക്കും സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുമാപ്പാക്കി തെരുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തുമാപ്പാക്കി തെരുമാറാകട്ടെ. നാളെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ, മുഅ്മിനായി കൊണ്ട് മരിക്കുവാൻ, മുത്തഖിയായി കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വജമീഅൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.